إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റമളാൻ നമ്മിൽ നിന്നും അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എത്ര സത്യം. അല്ലാഹു പറയുന്നു, അയ്യാമൻ മഅദൂദാത്ത്, ഏതാനും എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് റമളാൻ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിലാണ് നമ്മൾ റമളാനിനെ ഉപയോഗപ്പെടുത്തിയതെങ്കിൽ റബ്ബിനോട് സ്തുതി പറയുക. അൽഹംദുലില്ലാഹ്, അല്ലാഹുവോട് സ്തുതി പറഞ്ഞുകൊണ്ട് ആ അവസ്ഥയിൽ തന്നെ മുന്നോട്ടേക്ക് പോവുക. എന്നാൽ വീഴ്ച വരുത്തിയ ആളുകൾ അവർ വ്യസനിക്കേണ്ടതില്ല. കാരണം റമളാൻ മാസം അത് കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ മുതലെടുക്കാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, റമളാൻ എന്നത് എല്ലാവരും മനസ്സിലാക്കിയതുപോലെ പുണ്യം നിറഞ്ഞ ഒരു മാസമാണ്. നമുക്കെല്ലാവർക്കും അറിയാം റമളാനിന്റെ ശ്രേഷ്ഠതയും അതിന്റെ സ്ഥാനവും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും പല വിജയങ്ങളും നേടിയെടുക്കാൻ സാധിച്ച മാസമാണ് റമളാൻ എന്നത്. പരിശുദ്ധമായ ഫത്ഹു മക്ക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ആ നാട് പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ വന്നതും ഇതുപോലൊരു റമളാൻ മാസത്തിലായിരുന്നു. ഇതുപോലെ പല വിജയങ്ങളും ഇസ്ലാമിന് ലഭിച്ച ഒരു മാസമാണ് റമളാൻ എന്നത്. പല വിജയങ്ങളും പല കാര്യങ്ങളും ലഭിച്ച മാസമാണ് റമളാൻ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാസത്തിലാണ് ഗസ്വതു ബദരിനിൽ കുബ്ര അഥവാ ബദർ യുദ്ധം നടന്നതും. ഈ ബദർ യുദ്ധത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഒരു മുസ്ലിമിനുണ്ട്. നമുക്കറിയാം എന്താണ് ബദർ യുദ്ധം. അബൂ സുഫിയാൻ ഷാമിൽ നിന്നും അഥവാ ഇന്നത്തെ സിറിയയിൽ നിന്നും കച്ചവട ചരക്കുമായി മക്കയിലേക്ക് പോകുന്ന വഴിമധ്യേ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അവരുടെ സമ്പത്ത് അഥവാ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും സമ്പത്ത് അത് തിരിച്ചെടുക്കാൻ വേണ്ടി അവരെ തടയണമെന്ന ഉദ്ദേശത്തോടു കൂടി പുറപ്പെട്ടതായിരുന്നു. നമുക്കറിയാം, റസൂലും സഹാബത്തും അവരുടെ വീടും സമ്പത്തുമെല്ലാം മദീനയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് ഹിജറ പോയത്. അതിനാൽ തന്നെ റസൂലിന്റെയും സഹാബത്തിന്റെയും സമ്പത്ത് മക്കക്കാരുടെ കൈവശമാണുള്ളത്. അത് പിടിച്ചെടുക്കാനെന്ന ഉദ്ദേശത്തോടു കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സുഫിയാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 300 ചില്ലാനം ആളുകളാണുള്ളത്.
ഒരിക്കലും റസൂലും സഹാബത്തും യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ട് പോയതായിരുന്നില്ല ബദറിലേക്ക്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ വിവരം അബൂ സുഫിയാന്റെ ചെവിയിലേക്ക് എത്തുകയാണ്, അഥവാ റസൂലും സഹാബത്തും വരുന്ന വിവരം. ഇതറിഞ്ഞ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ യുദ്ധം നടക്കുന്ന വേളയിൽ അബൂ സുഫിയാൻ മുശ്രിക്കീങ്ങളുടെ കൂടെയായിരുന്നു, അഥവാ അദ്ദേഹം മുശ്രിക്കായിരുന്നു. പിന്നീടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് ഹൃദയവിശാലത നൽകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിയപ്പെട്ടവരെ, എത്ര മോശ ജീവിതം കൈവരിച്ച ആളുകളായിക്കൊള്ളട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഇസ്ലാമിലേക്ക് ഹൃദയവിശാലത നൽകില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. ചില ആളുകളെങ്കിലും പറയുന്നതായി കാണാൻ സാധിക്കും, അവനൊന്നും ഒരിക്കലും നന്നാവുകയില്ല, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പറയാൻ പാടില്ല. അബൂ സുഫിയാൻ ആ സമയത്ത് മുശ്രിക്കീങ്ങളുടെ കൂടെയായിരുന്നു. പിന്നീട് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് ഹൃദയവിശാലത നൽകുകയാണ്. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഈ വാർത്ത അറിഞ്ഞപ്പോൾ, റസൂലും സഹാബത്തും വരുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹം സ്ഥിരമായി സഞ്ചരിച്ചിരുന്ന വഴി അത് മാറി സഞ്ചരിക്കുകയാണ്, അബൂ സുഫിയാനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും. എന്നാൽ പ്രിയപ്പെട്ടവരെ, റസൂലും സഹാബത്തും ഈ രൂപത്തിൽ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത മക്കയിലെ മുശ്രിക്കീങ്ങളുടെ ചെവിയിലെത്തുകയാണ്. അങ്ങനെ അതാ റസൂലും സഹാബത്തും അവർ വരുന്നു എന്ന വാർത്ത മക്കയിലെ കുഫാറുകളുടെ ചെവിയിലെത്തിയപ്പോൾ അവർ എന്ത് തീരുമാനിക്കുകയാണ്? കൊന്നുകളയണം എന്ന ഉദ്ദേശത്തോടുകൂടി ധാരാളം ആളുകളെയും കൂട്ടി പുറപ്പെടുകയാണ് മക്കയിൽ നിന്ന്. ഈ വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു, അഥവാ മക്കയിൽ നിന്നും ധാരാളം മുശ്രിക്കീങ്ങൾ വരുന്നുണ്ട് എന്ന വാർത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലും എത്തി. എന്താണ് പ്രിയപ്പെട്ടവരെ അബൂജഹലും കൂട്ടരും വരുന്ന അവസ്ഥ? എങ്ങനെയാണ് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാൻ പോകുന്നത്? വലിയ ആൾബലവുമായിട്ടാണ്, വലിയ ആളുകളുമായിട്ടാണ് അബൂജഹൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാൻ പോകുന്നത്. എന്തായിരുന്നു അവൻ പറഞ്ഞത്? എന്താണ് അബൂജഹൽ പറഞ്ഞത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്തണം, ഇസ്ലാമിനെ തന്നെ തച്ചുടക്കണം, ഈ ഒരു യുദ്ധം ചരിത്രത്തിൽ ഇടം പിടിക്കും, നമ്മൾ അവരെ മുച്ചൂടം നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂജഹൽ മക്കയിൽ നിന്നും പുറപ്പെടുന്നത്. നോക്കണം സഹോദരങ്ങളെ, അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? റസൂലിനെ കൊന്നുകളയണം, ഇസ്ലാമിനെ തച്ചുടക്കണം. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇത് ഇന്ന് മാത്രം പറയുന്ന കാര്യമല്ല. ഇസ്ലാമിനെ തച്ചുടക്കണമെന്ന് ഇന്നത്തെ ആളുകൾ മാത്രം പറയുന്ന കാര്യമല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് അബൂജഹലും പറഞ്ഞിരുന്ന കാര്യം ഇതായിരുന്നു, പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അവൻ പറയുകയാണ്, ലോകം മുഴുവനും അറിയപ്പെടും ഈ ഒരു യുദ്ധം എന്ന് ആക്രോശിച്ചുകൊണ്ട് അവൻ പുറപ്പെടുകയാണ്. അവൻ പറയുകയാണ്, പിന്നീട് അറബികൾ നമ്മളോട് മുട്ടാനൊന്നും ഇറക്കും, ആ രൂപത്തിലായിരിക്കും നമ്മൾ മുഹമ്മദിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തിനെയും നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇതാ പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ധാരാളം ആൾബലവും നൃത്തം ചെയ്യാൻ സ്ത്രീകളും മദ്യവും ലഹരിയുമായി അവനും അവന്റെ കൂട്ടാളികളും പുറപ്പെടുകയാണ്. അവരുടെ പുറപ്പാടിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്. വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബത്റാ, നിങ്ങൾ ഒരു കൂട്ടം ആളുകളെ പോലെ ആകാൻ പാടില്ല. അല്ലാഹു നമുക്ക് അറിയിച്ചു തരികയാണ്, നിങ്ങൾ ഒരു കൂട്ടം ആളുകളെ പോലെ ആകാൻ പാടില്ല. എങ്ങനെയാണ് അവരുടെ വീടുകളിൽ നിന്ന് അവർ പുറപ്പെട്ടിരിക്കുന്നത്? ബത്റാ, ഗർവോടുകൂടിയും അഹങ്കാരത്തോടുകൂടിയും, വരിആ അന്നാസ്, ആളുകളെ കാണിച്ചുകൊണ്ടിതാ അവർ അവരുടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അവരുടെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ആളുകളെ തടഞ്ഞു നിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇതാ അവർ പുറപ്പെട്ടിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അബൂജഹലിനെയും കൂട്ടരെയും കുറിച്ച് നമുക്ക് അറിയിച്ചു തരുന്നു. അങ്ങേയറ്റത്തെ അസൂയയും അതുപോലെ തന്നെ പകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂജഹലിനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഈ അബൂജഹൽ മക്കയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധിക്കണം, അബൂജഹൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. ആരോടാണ് പ്രാർത്ഥന? അള്ളാഹുവോട്. അബൂജഹൽ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അവന്റെ പ്രാർത്ഥന? അള്ളാഹുവെ, ഈ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ വിഭാഗത്തെ വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഫിർഔൻ ഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അവർ ഇതാ പുറപ്പെടുകയാണ്. എന്നാൽ ഇപ്പുറത്തുള്ളത് ആരാണ്? മുസ്ലിമീങ്ങളാണ്. ആൾബലം കൊണ്ട് വളരെ തുച്ഛം മാത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഞാൻ മദീനയിലെ രാജാവാണ്,
അതിനാൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം, നമുക്ക് അവരോട് യുദ്ധം ചെയ്യണം എന്നൊരു നിലപാട് സ്വീകരിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബത്തിനോട് ഇതാ കൂടിയാലോചന നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരിക്കലും യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടതല്ല റസൂലും സഹാബത്തും. അതുകൊണ്ട് തന്നെ കൂടെയുള്ളവരാകട്ടെ ഒട്ടിയ വയറും പൊട്ടിയ വാളുമായിട്ടാണ് റസൂലിന്റെ കൂടെയുള്ളത്. ഇങ്ങനെ ഒരു ജനവ്യൂഹം നമുക്കെതിരിൽ വരുന്നു എന്ന് കേട്ടപ്പോൾ ഭീരുക്കളെ പോലെ സഹാബത്ത് തിരിച്ചുപോയില്ല. ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളോട് ചോദിച്ചു, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളോട് ചോദിക്കുകയാണ്. തിരിച്ച് മദീനയിലേക്ക് പോകണമോ, അതല്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ പറയണമെന്ന് മുഹാജിറുകളോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. മഹാനായ സഹാബി മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് മുഹാജിറുകൾക്ക് വേണ്ടി എഴുന്നേറ്റ് സംസാരിക്കുകയാണ്. അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, ഇംലി ബിമാ അറാക്കല്ലാഹ്, നിങ്ങളോട് അല്ലാഹു എന്താണ് പറഞ്ഞ കാര്യം അത് നിങ്ങൾ ചെയ്തു കൊള്ളുക. നിങ്ങൾക്ക് തോന്നിയ കാര്യം, നിങ്ങളോട് അല്ലാഹു പറഞ്ഞ കാര്യം അത് നിങ്ങൾ ചെയ്തു കൊള്ളുക. ഫനഹ്നു മഅക്, നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. എന്ത് മനോഹരമായ വാക്ക്! ഫനഹ്നു മഅക്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. വല്ലാഹി ലാ നഖൂലു ലക കമാ ഖാലത് ബനൂ ഇസ്രായീൽ ലിമൂസ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബനൂ ഇസ്രായേൽ പറഞ്ഞതുപോലെ നന്ദികേടിന്റെ വാക്ക് റസൂലേ അങ്ങയോട് നമ്മൾ പറയുകയില്ല എന്ന് മഹാനായ സഹാബി മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ സമുദായം പറഞ്ഞത്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണ്? ഫദ്ഹബ് അൻത വറബ്ബുക, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക. ഫഖാതില ഇന്നഹാ ഹുനാ ഖാഇദൂൻ, നീയും നിന്റെ റബ്ബും യുദ്ധം ചെയ്യുക, നമ്മൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പറഞ്ഞത് എന്താണ്? ഇതുപോലുള്ള വാക്ക് നമ്മിൽ നിന്ന് കേൾക്കേണ്ടി വരില്ല റസൂലേ, ഫനഹ്നു മഅക്, നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമാ മുഖാതിലൂൻ, നിങ്ങളും നിങ്ങളുടെ റബ്ബും യുദ്ധം ചെയ്യുക, നിങ്ങളോടൊപ്പം നമ്മളും യുദ്ധത്തിൽ ഉണ്ടാകും എന്ന് മുഹാജിരികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, റസൂലേ അല്ലാഹു തന്നെ സത്യം, ലൗ സിർത ബിനാ ബർഖിൽ ഗിമാദി ലജാലദൂന മഅക്, നിങ്ങൾ നമ്മയും കൂട്ടി യമനിലെ ദൂരത്തുള്ള ഒരു സ്ഥലത്ത് ബർഖുൽ ഗിമാദിലാണ് പോകുന്നതെങ്കിലും നിങ്ങളോടൊപ്പം നമ്മൾ വാളുകൊണ്ട് യുദ്ധം ചെയ്യും റസൂലേ എന്ന് സഹാബത്തിന്റെ ധീരതയുള്ള വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടപ്പോൾ അവിടുന്ന് ആശ്വസിക്കുകയാണ്. കാരണം സഹോദരങ്ങളെ മുഹാജിരീങ്ങൾ ഒപ്പമുണ്ട് എന്നറിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സന്തോഷിക്കുകയാണ്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തിരിക്കുന്നത് അൻസാരിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടിയാണ്. എന്തായിരിക്കും അൻസാരിങ്ങൾ പറയുക എന്ന വാക്കിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തിരിക്കുകയാണ്. എന്താണ് സഹോദരങ്ങളെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം? ആരാണ് മുഹാജിരീങ്ങൾ? ആരാണ് മുഹാജിരീങ്ങൾ? സ്വന്തം സമ്പത്തും വീടും നാടും ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ദീൻ പാലിച്ച് ജീവിക്കാൻ വേണ്ടി പലായനം ചെയ്തു വന്ന ആളുകളാണ് മുഹാജിരീങ്ങൾ. ഇവർക്കാണ് ഇസ്ലാമിൽ മുഹാജിരീങ്ങൾ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹാജിരീങ്ങളായ സഹാബത്തി എന്ന് പറയുന്നത്. മക്കയിൽ നിന്നും പലായനം ചെയ്ത് മദീനയിലേക്ക് പോയ ആളുകൾ ആരാണ് സഹോദരങ്ങളെ? അൻസാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഹാജിരീങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച, സ്വന്തം സമ്പത്തും അതുപോലെ തന്നെ വീടും നൽകി അവരെ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച ആളുകളാണ് അൻസാറുകൾ എന്ന് പറയുന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ അൻസാറുകളെ ഉദ്ദേശിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഒരു പ്രയാസമുണ്ട്. ആ അൻസാറുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാലിച്ച കരാർ അല്ലെങ്കിൽ റസൂലിനോട് ചേർന്ന കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദീനയിൽ വെച്ച് റസൂലെ ഒരാൾ പോലും അങ്ങയുടെ ദേഹത്ത് സ്പർശിക്കുകയില്ല, നമ്മൾ അതിന് സമ്മതിക്കുകയില്ല എന്നാണ് അവരുടെ കരാർ. എന്നാൽ ഇപ്പോൾ മദീനക്ക് പുറത്താണുള്ളത്. അതുകൊണ്ട് അൻസാറുകൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവരുടെ അഭിപ്രായം എന്ന് റസൂൽ കാത്തിരിക്കുന്ന സമയത്ത് ഈ സന്ദർഭത്തിൽ മഹാനായ സഹാബി, ഈ സഹാബിയുടെ പ്രത്യേകത എന്താണ്? ഈ സഹാബിയുടെ മരണവാർത്ത കേട്ടപ്പോൾ അള്ളാഹുവിന്റെ അർശ് വരെ പ്രകമ്പനം കൊണ്ട ഒരു സഹാബിയാണ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത്. ആരാണ് പ്രിയപ്പെട്ടവരെ?
സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയാണ്. ഫഖദ് ആമന്നാ ബിക വസദ്ദഖ്നാക വശഹിദ്നാ അന്ന മാ ജിഅത ബിഹി ഹുവൽ ഹഖ്. റസൂലേ, അങ്ങിൽ നമ്മൾ വിശ്വസിച്ച ആളുകളാണ്, അങ്ങയെ സത്യപ്പെടുത്തിയ ആളുകളാണ്, അങ്ങ് കൊണ്ടുവന്ന കാര്യം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. വഅതൈനാക അലാ ദാലിക ഉഹൂദനാ വമവാസിഖനാ അലാ അസ്സംഇ വത്വാഅതി ലക്. റസൂലെ, അങ്ങ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുമെന്നും അനുസരിക്കുമെന്നും നിങ്ങളോട് കരാർ വെച്ച ആളുകളാണ് നമ്മൾ. ഫവല്ലദീ ബഅസക ബിൽ ഹഖ് ലൗ ഇസ്തഅറൽത ബിനൽ ബഹറ നഖൽനാഹു മഅക്. റസൂലെ, അങ്ങ് നമ്മയും കൂട്ടി ഇതാ ഈ കടലിന്റെ ആഴങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങയുടെ കൂടെ നമ്മൾ ഉണ്ടാകും. എന്ത് മനോഹരമായ വാക്കാണ് പ്രിയപ്പെട്ടവരെ അവർ പറയുന്നത്. അങ്ങ് നമ്മയും കൂട്ടി ഇത് ആഴക്കടലിന്റെ ഉള്ളിലേക്ക് പോകണമെന്ന് പറഞ്ഞാലും അങ്ങയുടെ കൂടെ നമ്മൾ ഉണ്ടാകും. മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും പിന്തി നിൽക്കില്ല റസൂലേ എന്ന് മഹാനായ സഹാബി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. തീർന്നില്ല, അവിടുന്ന് വീണ്ടും ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുകയാണ്. ഇന്നാ സബ്റുൻ ഫിൽ ഹർബ്. ഇതാ യുദ്ധത്തിന്റെ വേളയിൽ ഏറ്റവും ക്ഷമയുള്ള ആളുകളായി അങ്ങേക്ക് നമ്മളെ കണ്ടെത്താൻ സാധിക്കും. സദഖുൻ ഇൻദൽ ലിഖാ. ഇതാ യുദ്ധത്തിന്റെ വേളയിൽ സത്യസന്ധരായി നമ്മളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലഅല്ലല്ലാഹു യുരീക മിന്നാ മാ തഖറു ബിഹി ഐനക. റസൂലെ, അങ്ങയുടെ കണ്ണിന് കുളിർമയുണ്ടാകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ റബ്ബ് നമ്മളെ കൊണ്ട് അങ്ങേക്ക് കാണിച്ചു തരും എന്ന് പറയുകയാണ്. ഫസിർ അലാ ബറകത്തില്ലാഹ്. അള്ളാഹുവിന്റെ ബറക്കത്തിനാൽ നമുക്കിതാ യുദ്ധം ചെയ്യാമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അൻസാരികളും മുഹാജിരിങ്ങളും പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. ഇവരുടെ വാക്കുകൾ കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷിക്കുകയാണ്. അങ്ങനെ അവർ ബദറിൽ എത്തിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് സഹാബത്തിനെ സഫായി നിരത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി. അതിനിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖൂമു ഇലാ ജന്നഹ്. സഹോദരങ്ങൾ, നമുക്കറിയാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് ഈമാനികമായ ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ അവർക്ക് ആഖിറത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. നമ്മളെ പോലെയല്ല. നമുക്കിതാ ഒരു കാര്യം ദീനീപരമായി ചെയ്യണമെങ്കിൽ നമ്മളോട് ഇതാ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവിൽ ഇന്ന നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകും. അതല്ല എങ്കിൽ നമുക്ക് ഈമാനികപരമായ മാറ്റം ഉണ്ടാവുകയില്ല. പക്ഷെ സഹാബത്ത് അങ്ങനെയല്ല. റളിയല്ലാഹു അൻഹും അജ്മഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖൂമു ഇലാ ജന്നഹ്. നിങ്ങൾ സ്വർഗ്ഗത്തിനു വേണ്ടി നിലകൊള്ളുക. അർളുഹസ് സമാവാതു വൽ അർള്. എങ്ങനെയുള്ള സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ? ആകാശഭൂമികളെക്കാൾ വിസ്തൃതിയുള്ള സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ നിലകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ, ഈ ഒരു സംസാരം കേട്ടപ്പോൾ മഹാനായ സഹാബി ഉമൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ ജന്ന, നമ്മൾ ഈ യുദ്ധത്തിൽ മരണപ്പെടുകയാണെങ്കിൽ, ഷഹീദാവുകയാണെങ്കിൽ നമുക്ക് പകരമായി ലഭിക്കുക സ്വർഗമാണോ റസൂലേ എന്ന് മഹാനായ സഹാബി ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം, അതെ, നിങ്ങൾക്ക് പകരം സ്വർഗമാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ചില കാരക്കകൾ ഉണ്ടായിരുന്നു. അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കവേ ആ കാരക്കകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇന്നഹ ഹയാത്തുൻ തവീല. ഞാനിതാ ഈ കാരക്ക ഭക്ഷിക്കുന്ന നേരമുണ്ടല്ലോ, അത് വലിയ ദീർഘമുള്ള ഒരു സമയമാണ്, ഇനി എനിക്ക് സമയമില്ല. സുമ്മ ഖാതലഹും ഹത്താ ഖുതിൽ. പിന്നീട് പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹം ഷഹീദായി മരണപ്പെടുന്നത് വരെ ശക്തമായി ബദറിൽ യുദ്ധം ചെയ്തുകൊണ്ട് അദ്ദേഹം ഷഹീദായി മരണപ്പെടുകയാണ്. ഇങ്ങനെ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ ഒരു മുഅ്മിൻ. അവർക്ക് സ്വർഗമാണ് പകരം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഇതുപോലെ സഹാബത്തിനെ പോലെ ആയിരിക്കണം. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗമാണ് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. എന്റെ കുടുംബം, എന്റെ സമ്പത്ത്, എന്റെ നാട്ടുകാർ, എന്റെ വീട്ടുകാർ എന്ന് സഹാബത്തിന് ചിന്തിക്കാനില്ല. സ്വർഗമാണോ ലഭിക്കുന്നത്, പിന്നീട് അവർക്ക് മറുത്തൊന്നും ചിന്തിക്കാനില്ല. അങ്ങനെ സഹോദരങ്ങളെ, സ്വന്തത്തെ തന്നെ അവർ മറക്കുകയാണ്. കാരണം അവർക്ക് ലഭിക്കാനുള്ളത് ആകാശഭൂമികളെക്കാൾ വിസ്തൃതിയുള്ള സ്വർഗമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മളോടിപ്പോൾ യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നമുക്കതിന്റെ നിബന്ധനകൾ ഒത്തുവന്നിട്ടില്ല. നമ്മൾ യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരല്ല. ഈ സാഹചര്യത്തിൽ ആകെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ വിരലിൽ എണ്ണാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. 5 വക്ത് നിസ്കരിക്കുക, റമദാനിൽ നോമ്പെടുക്കുക, നീ സക്കാത്ത് നൽകാൻ അർഹനാണെങ്കിൽ മാത്രം സക്കാത്ത് നൽകുക, നിനക്ക് സാധിക്കുമെങ്കിൽ നീ ഹജ്ജ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളോട് റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക,
എന്താണ് നമ്മുടെ നിർബന്ധമായ ഇബാദത്തിന്റെ അവസ്ഥ എന്ന് ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവർ പോയ സ്വർഗത്തിൽ പോകാനാണോ എന്നുള്ളത് നമ്മൾ സ്വന്തത്തോടൊന്ന് ചോദിക്കുക. എന്താണ് നമ്മുടെയും അവരുടെയും ആരാധനാ മേഖല എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് തട്ടിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പല ഉപദേശങ്ങളും നൽകിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് അവിടുത്തെ ഇരു കരങ്ങളും നീട്ടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വിജയമുണ്ട് എന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയമുണ്ട് എന്ന് അള്ളാഹുവിന്റെ വഹി ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കാരണങ്ങൾ സ്വീകരിക്കുകയാണ്, സബബ് സ്വീകരിക്കുകയാണ്. അഥവാ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അവിടുന്ന് ഒരിക്കലും നമുക്ക് വിജയമുണ്ട്, അതിനാൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്നല്ല പറഞ്ഞത്. ഇരു കരങ്ങളും നീട്ടി 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 അവിടുത്തെ കരങ്ങൾ ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിതാ അവിടുത്തെ മാറിടത്തുള്ള അവിടുത്തെ ചുമലിലുണ്ടായിരുന്ന അവിടുത്തെ തട്ടം അത് നിലത്തേക്ക് വീഴുകയാണ്. അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അന്ന് മതിയാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേക്ക് വിജയമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ചരിത്രം നമുക്കറിയുന്നതാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ അവിടുത്തെ പ്രാർത്ഥന? എന്താണ് അവിടുത്തെ പ്രാർത്ഥന? അല്ലാഹുമ്മ ഹാദിഹി ഖുറൈശുൻ ജാഅത് ബിഫഖ്രിഹാ വ ഖുയലാഇഹാ തുഹാദൂക വ തുകദ്ദിബു റുസുലക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുവേ, ഈ ഖുറൈശികൾ നിന്റെ റസൂലിനെ ഇതാ കളവാക്കിയിരിക്കുന്നു, നിന്റെ മാർഗത്തെ ഇതാ അവർ തടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുകയാണ്. അതിനാൽ അല്ലാഹുവേ, നീ വാഗ്ദാനം ചെയ്ത വിജയം നമുക്ക് നൽകണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ ലാ തുഅബദു ഫിൽ അർള്. അല്ലാഹു, ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് ഭൂമുഖത്ത് അല്ലാഹു നീ ആരാധിക്കപ്പെടുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥന നടത്തുകയാണ്. പിന്നീട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ്. അല്ലാഹു പറഞ്ഞില്ലേ, വ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അല്ലാഹുവിന്റെ റസൂലേ, എന്നെ പറ്റി എന്റെ അടിമകൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, ഞാൻ അടുത്ത് തന്നെയുണ്ട്, ഞാൻ അടുത്ത് തന്നെയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ, അല്ലാഹു വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകാമെന്ന് റസൂലേ അങ്ങ് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദുആ നടത്തിയത് ആരോടാണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചെയ്ത കാര്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്. എന്താണ് പറയുന്നത്? ഇസ് തസ്തഗീസൂന റബ്ബക്കും. ഇതാ റസൂലെ, അങ്ങ് നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം ശ്രദ്ധിക്കുക. ആരോടാണ് ഇസ്തിഗാസ? റബ്ബിനോട്. അങ്ങനെ ഇസ്തിഗാസ നടത്തിയ സന്ദർഭത്തിൽ ഫസ്തജാബ ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? അന്നി മുമദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇതാ തുടരെ തുടരെ ആകാശ ലോകത്തിൽ നിന്ന് മലക്കുകളെ, ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് അങ്ങേ ഞാൻ രക്ഷിച്ച സന്ദർഭം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഗാസയും സഹായതേട്ടവും ദുആയും മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരോടായിരുന്നില്ല, മുൻകഴിഞ്ഞ സ്വാലിഹീങ്ങളോടായിരുന്നില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം. എന്തേ പ്രിയപ്പെട്ടവരെ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കറാമത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്തത് കൊണ്ടാണോ? ഇങ്ങനെയുള്ള നബിമാരുടെ കറാമത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്തത് കൊണ്ടാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മഹാന്മാരെ വെച്ച് ഇസ്തിഗാസ നടത്താതിരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട യഥാർത്ഥ കാര്യം എന്നുള്ളത്, നമ്മൾ ഖുർആൻ എന്നുള്ളത് അത് വായിക്കണം. അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ യഥാവിധത്തിൽ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഈ സന്ദർഭത്തെ കുറിച്ച് സഹാബത്ത് പറഞ്ഞതായി കാണാം, മലക്കുകൾ സഹായിച്ചതിനെ കുറിച്ച് പറഞ്ഞതായി കാണാം. നമ്മൾ പല ശത്രുക്കൾക്ക് വേണ്ടി, അവരെ കൊലപ്പെടുത്താൻ വേണ്ടി നമ്മളുടെ വാളുകൾ ഇങ്ങനെ ഓകുന്നേ ഉള്ളൂ, അപ്പോഴേക്കും അവരുടെ തലകൾ നിലത്തേക്ക് വീഴുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അവർ ഇതാ വെട്ടുന്നില്ല, അവരുടെ വാളിങ്ങനെ ഓങ്ങുന്നേ ഉള്ളൂ. ആ സന്ദർഭത്തിൽ തന്നെ അതാ ശത്രുക്കളുടെ തലകൾ അത് നിലത്തേക്ക് വീഴുകയാണ്. മറ്റു ചില സഹാബത്ത് പറഞ്ഞതായി കാണാം, നമ്മൾ നമ്മുടെ മുന്നിലേക്ക് നോക്കുമ്പോൾ ശക്തമായ വാളുകളുടെ ഒച്ച, വാളുകൾ തമ്മിൽ കൂട്ടുമുട്ടുന്ന ശബ്ദം നമ്മൾ കേൾക്കുകയാണ്.
പക്ഷേ ശത്രുക്കളെ മാത്രമാണ് നമ്മൾ കാണുന്നത്, അവരുടെ എതിരുള്ള ആളുകളെ നമ്മൾ കാണുന്നില്ല. ആരാണ് പ്രിയപ്പെട്ടവരെ? അത് മലായിക്കത്തുകൾ. അള്ളാഹുവിന്റെ സഹായം സഹാബത്തിന് വരികയാണ്. മലായിക്കത്തുകൾ ശക്തമായി യുദ്ധം ചെയ്യുകയാണ്. നമ്മൾ ഇതിൽ ഏറ്റവും വലിയ ഗുണപാഠം, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഗുണപാഠം, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. ആരാണോ റബ്ബിൽ വരവേൽപ്പിക്കുന്നത് അവന് റബ്ബ് തന്നെ മതിയായതാണ്. നമുക്കൊരു വലിയന്റെയോ അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രാർത്ഥനകൾ നടത്താൻ ഒരു നബിയുടെ ആവശ്യമില്ല. അള്ളാഹുവോട് നിന്റെ കാര്യങ്ങൾ നീ ഇറക്കി വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പിതൃവ്യ പുത്രനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്ത തൗഹീദിന്റെ ബാലപാഠം എന്താണ് പ്രിയപ്പെട്ടവരെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ ഗുലാം, എല്ലോ എന്റെ കുഞ്ഞു മകനെ. ഏത് പ്രായത്തിലാണത്? ചെറിയ പ്രായത്തിൽ. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക ബികലിമാത്, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ സഹായവുമായി അല്ലാഹുവിനെ നിനക്ക് നിന്റെ മുന്നിൽ കാണാം. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് മാത്രം ചോദിക്കുക. നീ എന്റെ കുടുംബക്കാരനാണ്, അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറിൽ വന്നുകൊണ്ട് നീ എന്നോട് ചോദിക്കണമെന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് മാത്രം ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായാഭ്യർത്ഥനയും അതുപോലുള്ള കാര്യങ്ങളും ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് മാത്രം ചോദിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റസൂലിന്റെ കുടുംബക്കാരനാണ്, ഏറ്റവും കൂടുതൽ റസൂലിന് നസീഹത്ത് ഉണ്ടാകേണ്ട വ്യക്തിത്വമാണ്. അങ്ങനെയെങ്കിൽ റസൂൽ പറഞ്ഞു കൊടുക്കണ്ടേ, ഞാൻ വഫാത്തായതിനു ശേഷം എന്റെ അടുക്കൽ വന്നുകൊണ്ട് നീ ദുആ ചെയ്യണമെന്ന് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസിന് പറഞ്ഞു കൊടുത്തില്ല? എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ, ഓരോ സമുദായത്തിലേക്കും നാം നബിമാരെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കണമെന്ന് പറയാനും, വജ്തനിബുത് താഗൂത്ത്, അള്ളാഹുവിന് പുറമേയുള്ള ദുർമൂർത്തികളെ നിങ്ങൾ വെടിയണമെന്ന് പറയാനുമാണ് എല്ലാ നബിമാരെയും അള്ളാഹു നിയോഗിച്ചത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ റബ്ബിൽ അവർ അവരുടെ കാര്യവുമായി മുന്നോട്ടേക്ക് പോയപ്പോൾ, അവരുടെ കാര്യം റബ്ബിലേക്ക് ഏൽപ്പിച്ച് മുന്നോട്ട് പോയപ്പോൾ ഇതാ മുസ്ലിമീങ്ങൾക്ക് വമ്പിച്ച വിജയം, അവരുടെ ശത്രുക്കൾക്ക് ഇതാ വൻ പരാജയവുമാണ് ഉണ്ടായത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബദർ നമുക്ക് നൽകുന്ന പാഠം തൗഹീദാണ്. എന്തിനു വേണ്ടിയാണ് ബദരീങ്ങളും അതുപോലെ മക്കയിലെ കുഫാറുകളും യുദ്ധം ചെയ്തത്? അള്ളാഹുവെ മാത്രം ആരാധിക്കണമെന്ന് പറയാനും അതിന് പുറമെയുള്ള ആളുകളെ വെടിയണമെന്ന് പറയാനുമാണ്. യഥാവിധം കാര്യങ്ങൾ മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعد أما بعد. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈയുയർത്തിയത് റബ്ബിനോട് മാത്രമാണ്. സൂചിപ്പിച്ചതുപോലെ അമ്പിയാക്കന്മാരിലേക്കോ സാലിഹീങ്ങളിലേക്കോ കരങ്ങൾ ഉയർത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ടായിരുന്നു. ഈ കാര്യവും നമ്മൾ യഥാവിധി മനസ്സിലാക്കുക. മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ടായിരുന്നു. അവർ റബ്ബിനെ നിഷേധിച്ചു കളഞ്ഞ ആളുകളായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവരുടെ വിശ്വാസം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വ്യക്തമായി നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. എന്താണത്? ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. റസൂലെ, അങ്ങ് മക്കയിലെ കുഫാറുകളോട് മുശ്രിക്കീങ്ങളോട് ചോദിക്കുക, ആരാണ് ആകാശഭൂമികളെ ഉടമപ്പെടുത്തുന്നവൻ? അതുപോലെ തന്നെ കാഴ്ചയും കേൾവിയും ഉടമപ്പെടുത്തുന്നവൻ ആരാണ്? ജീവനുള്ളവയിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പടക്കുന്നവൻ ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ, ആരാണ് മുദബ്ബിറുൽ ആലം, ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത് ആരാണ് റസൂലെ എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ
ഫസയഖൂലൂന അല്ലാഹ്. അവരുടെ വിശ്വാസം എന്താണ്? അത് അല്ലാഹു ആണ് എന്നാണ്. അത് അല്ലാഹു ആണ് എന്നാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു തരുന്നത്? ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല റാസിഖാണെന്നും ഖാലിഖാണെന്നും മുദബ്ബിറാണെന്നും മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നതാണ്. ഈ വിശ്വാസം ഉണ്ടായിരിക്കെ തന്നെ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് യുദ്ധം ചെയ്തത്? എന്തുകൊണ്ടാണ്? ചിന്തിക്കുക, ആലോചിച്ചു നോക്കുക. ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാക്കല്ല, ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞ കാര്യമല്ല, മറിച്ച് അൽ വഹാബായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ് ഖുർആനിലൂടെ. നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇതായിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഒന്നാമത്തെ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനും സുന്നത്തുമാണ്. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുക. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇത് സംവാദം നടത്തി ഇന്നലെ നമ്മൾ ജയിച്ചു, ഇന്നയാളുകൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നിനക്ക് ദുനിയാവിൽ കളിക്കാനുള്ള ഒരു കാര്യമല്ല നിന്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും റബ്ബിന് മുന്നിലെത്താനുള്ളവരാണ്. ഓരോ ആളുകളും റബ്ബിന് മുന്നിലെത്തും. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവർ എന്താണ് പറയുക? എന്താണ് അവർ നാളെ അവർ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പറയുക? അള്ളാഹു കൃത്യമായി നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും കൃത്യവും വ്യക്തവുമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ? ഇദ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഉൽ അദാബ്. ഇതാ നേതാക്കൾ അനുയായികളെ വിട്ടുപോകും. നോക്കണം, ഇന്നിതാ ഇത് ശിർക്കല്ല, ഇത് ഇസ്തിഗാസയാണ് എന്ന് പറഞ്ഞ് അള്ളാഹു അല്ലാത്ത ആളുകളെ വീഴ്ച തേടാം എന്ന് പറയുന്ന ആളുകൾ നാളെ ഇതാ റബ്ബിന് മുന്നിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ അനുയായികളെ കൈയൊഴിയും എന്ന് ആരാണ് പറഞ്ഞു തരുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ അനുയായികളെ നേതാക്കന്മാർ കൈയൊഴിയും. വറഉൽ അദാബ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഠിന കഠോരമായ ശിക്ഷ അതവർ കണ്ടു കഴിഞ്ഞാൽ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അവർ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ വെച്ച് മുറിഞ്ഞു പോകും. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഈ സാധുക്കളായ അനുയായികൾ അള്ളാഹുവോട് പറയുന്ന കാര്യം എന്താണ്? വഖാലല്ലദീന തബഉ ലൗ അന്ന ലനാ കറ, അള്ളാഹുവേ നമുക്ക് ഒരവസരം തരണം, ഒരവസരം തരണം റബ്ബേ എന്ന് ഈ അനുയായികൾ പറയും. എന്തിനാണത്? ഫതബറഉ മിൻഹും കമാ തബറഉ മിന്നാ ഫനതബറഉ മിൻഹും കമാ തബറഉ മിന്നാ, നമ്മളോട് എങ്ങനെയാണ് അവർ ബന്ധം വിച്ഛേദിച്ചത് അതുപോലെ ദുനിയാവിൽ വെച്ച് നമുക്ക് അവരോട് ബന്ധം വിച്ഛേദിക്കണമെന്ന് ഇങ്ങനെയുള്ള അനുയായികൾ പറയും. വല്ല കാര്യവുമുണ്ടോ? വല്ല കാര്യവുമുണ്ടോ? ഒരു കാര്യവുമില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹു മറ്റൊരായത്തിൽ പറഞ്ഞില്ലേ, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗതു ഖാല റബ്ബിർജിഊൻ, ഓരോ ആളുകളും മരണം വന്നെത്തിക്കഴിഞ്ഞാൽ റബ്ബിനോട് താണുകേണുകൊണ്ട് ചോദിക്കും. എന്താണ് പറയുന്ന കാര്യം? റബ്ബിർജിഊൻ, റബ്ബി ദുനിയാവിലേക്ക് മടക്കി അയക്കണമേ. കല്ലാ ഇന്നഹാ ഖലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് അവർ വെറുതെ പറഞ്ഞ വാക്കുകൾ മാത്രമാണ് എന്ന് അള്ളാഹു പറഞ്ഞതായി മറ്റൊരു സന്ദർഭത്തിൽ കാണാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇതാ കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം, അവർ പ്രവർത്തിച്ച കാര്യങ്ങൾ അവർക്ക് ഖേദമുണ്ടാക്കുന്ന കാര്യമായി റബ്ബ് അവർക്ക് കാണിച്ചു കൊടുക്കും. വമാഹും ബിഖാരിജീന മിനന്നാർ, അവർ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാനാകാത്ത വിധം ശ്വാസതമായ ജീവിതമായിരിക്കും അവർക്ക് നരകത്തിൽ ഉണ്ടാവുക എന്ന് അൽ വഹാബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതൊന്നും അറിയാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതാ ഇന്നും നാളെയുമായി അവർ പല ബൈത്തുകളും ബദർ ബൈത്ത് എന്ന് പറഞ്ഞുകൊണ്ടും ബദർ മൗലിദ് എന്ന് പറഞ്ഞുകൊണ്ടും അവർ പറയുന്നത് ആരോടാണ്? അവരുടെ വേവലാദികളും ആവലാദികളും ബദരീങ്ങളോടാണ്. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ച ബദരീങ്ങളോട് അവർ വിളിച്ചു തേടുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആളുകൾ സാധുക്കളാണ്, അറബി ആയതുകൊണ്ട് തന്നെ എന്തോ വലിയ കൂലി കിട്ടുന്ന കാര്യമെന്ന് കരുതി അവർ പറയുന്നതാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുക, ഇതാ ഇന്ന കാര്യം ശിർക്കാണ്, നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളോടുള്ള പ്രാർത്ഥന അത് ശിർക്കാണ് എന്ന് അവരോട് നല്ല നസീഹത്തിന്റെ ഭാഷയിൽ അവരെ കളിയാക്കാതെ പറഞ്ഞു കൊടുക്കുക. അവർക്ക് മാറ്റമുണ്ടായേക്കാം. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം ബദരീങ്ങളോടല്ല, ബദരീങ്ങളുടെ നേതാവായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്രാഹിമും ഇസ്ഹാഖും പ്രാർത്ഥിച്ച അള്ളാഹുവോട് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ള നേട്ടം? അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നില്ലേ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നah, ആരുടെ അവസാനത്തെ വാക്കാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉച്ചരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കണം.
അള്ളാഹുവോട് മാത്രമായിരിക്കണം നമ്മുടെ ദുആ, അള്ളാഹുവോട് മാത്രമായിരിക്കണം നമ്മുടെ ഇസ്തിഗാസയും ഇസ്തിആനയും നസ്റും എല്ലാം തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم انصر إخواننا في كل مكان اللهم انصر إخواننا في كل مكان وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.